രാഷ്ട്രം എന്ന സങ്കല്പത്തെ സമ്പന്നമാക്കുവാൻ ഭാവനാശാലികളായ ഭരണകർത്താക്കൾക്ക് മാത്രമേ കഴിയൂ. കാലത്തിനപ്പുറം കടന്നു ചെല്ലുന്ന ഒരു ദീർഘദൃഷ്ടിയാണത്. സമഗ്രമായ കാഴ്ചപ്പാടാണത്. രാജ്യത്തോടുള്ള കൂറും പ്രതിബദ്ധതയുമാണത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര രാഷ്ട്രം എന്ന സ്വപ്നത്തെ കൂടുതൽ മനോഹരമാക്കുവാൻ പ്രയത്നിച്ച അനേകം മഹത് വ്യക്തിത്വങ്ങൾ ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കുന്ന സ്മരണകളായി നിൽക്കുന്നു. ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും സർദാർ വല്ലഭായ് പട്ടേലും ഗുൽസാരിലാൽ നന്ദയുമെല്ലാം അതിലെ മുൻനിരക്കാർ. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം തൊഴിൽ രംഗത്തെ സ്വാശ്രയത്വമാണെന്ന് വളരെ നേരത്തെ തന്നെ ഇവർ തിരിച്ചറിഞ്ഞിരുന്നു. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കാൾ തൊഴിൽപരമായ സ്വാതന്ത്ര്യമാണ് പ്രധാനം എന്ന അറിവിൽ നിന്നാണ് ഭാരത് സേവക് സമാജിന്റെ പിറവി. കോടിക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരുടെ സാമ്പത്തികവും തൊഴിൽപരവുമായ ഉന്നതിയാണ് BSS ലക്ഷ്യം വെച്ച് മുന്നേറുന്നത്. കൃഷി, വ്യവസായം, കൈത്തൊഴിലുകൾ, വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള അടിസ്ഥാന മേഖലകളിൽ ഊന്നൽ നൽകിയാണ് BSSന്റെ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത്. ഗ്രാമങ്ങളിൽ കഴിയുന്ന മനുഷ്യരെ സാമ്പത്തിക ചൂഷണങ്ങളിൽ നിന്നും മോചിപ്പിച്ച് സ്വതന്ത്ര മനുഷ്യരാക്കി മാറ്റുന്ന വലിയൊരു കർമ്മപഥത്തിലേക്കാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഊന്നൽ നൽകുന്നത്. അതേസമയം തന്നെ ആധുനിക ലോകത്തെ ചലനങ്ങളും മാറ്റങ്ങളും ഉൾക്കൊള്ളുകയും ചെയ്തു വരുന്നു. രാഷ്ട്ര നന്മയ്ക്കും സമൂഹ നന്മയ്ക്കുമായി പ്രവർത്തിക്കുന്ന നിരവധി സാമൂഹിക സംഘടനകൾക്കും ആശ്രയമാണ് ഭാരത് സേവക് സമാജ്. കൂട്ടായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കൃത്യമായ അറിവ് പകർന്നു നൽകുന്നതിൽ BSS എന്നും വിശാലമായ സമീപനമാണ് പുലർത്തിപ്പോന്നിട്ടുള്ളത്. സാമ്പത്തിക സഹായ പദ്ധതികൾ കണ്ടെത്തി കൊടുക്കുന്നത് മുതൽ വിപണിയിൽ വരെ അവർ സഹായിച്ചു വരുന്നു BSS. ഗാന്ധിയുടെ ഗ്രാമസ്വരാജ് സങ്കല്പം, അതിൻ്റെ പരീക്ഷണമാണ് ശാന്തിഗ്രാമിൽ നടക്കുന്നത്. മിത്രനികേതൻ, ഭാരത് സേവക് സമാജ് തുടങ്ങിയ ഗാന്ധിയൻ സംഘടനകളിൽ നിന്നും അതുപോലെ തന്നെ നെഹ്റു വിഭാവനം ചെയ്ത ഭാരത് സേവക് സമാജിൽ നിന്നുമൊക്കെ ഉൾക്കൊണ്ട പ്രചോദനവും മാർഗദർശനങ്ങളുമാണ് ശാന്തിഗ്രാമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അടിത്തറയിട്ടിട്ടുള്ളത്. പ്രധാനമായും ജനശാക്തീകരണം ലക്ഷ്യമാക്കി ഗ്രാമപഞ്ചായത്തുകളുടെയും വിവിധ സർക്കാർ ഏജൻസികളുടെയും അതിലെല്ലാം ഉപരിയായി ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ശാന്തിഗ്രാം പ്രവർത്തിക്കുന്നത്. പ്രധാനമായും ആരോഗ്യരംഗത്തും കാർഷിക മേഖലയിലും പരിസ്ഥിതി സംരക്ഷണ മേഖലകളിലും തൊഴിൽ പരിശീലന രംഗത്തും ശാന്തിഗ്രാം അതിൻ്റേതായ വ്യത്യസ്തമായ മേഖലകളിലൂടെ പുതിയ പരീക്ഷണ നിരീക്ഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വിവരം, ഒരു പൊതുവെയുള്ള വിവരമാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ BSSന്റെ സജീവ സഹായത്തോടെ പ്രവർത്തിച്ചു വരുന്ന ഒരു സമഗ്ര ആരോഗ്യ പരിപാലന ഗവേഷണ കേന്ദ്രമാണ് തിരുവനന്തപുരത്തെ കടലോര ഗ്രാമമായ ചപ്പാത്ത് മൂലക്കരയിൽ പ്രവർത്തിച്ചു വരുന്ന ശാന്തിഗ്രാം. 1980-ൽ ചപ്പാത്ത് നവഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ നിന്നും രൂപം കൊള്ളുകയും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി നവഭാവനയിലെ പ്രധാന പ്രവർത്തകൻ L. പങ്കജാക്ഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയും ചെയ്ത ഗാന്ധി മാർഗ സന്നദ്ധ സംഘടനയാണ് ശാന്തിഗ്രാം. സാമൂഹിക തിന്മകളിൽ നിന്ന് മുക്തവും സ്നേഹം, സമാധാനം, സമുദായ മൈത്രി, സാമൂഹിക നീതി, ജനശക്തി, സ്വാശ്രയത്വം തുടങ്ങിയ മൂല്യങ്ങളിൽ അധിഷ്ഠിതവുമായ ഒരു സമത്വ സുന്ദര സമൂഹത്തെയാണ് ശാന്തിഗ്രാം വിഭാവനം ചെയ്യുന്നത്. എല്ലാവർക്കും അടിസ്ഥാന സൗകര്യങ്ങളും തൊഴിലും ആരോഗ്യവും ലഭ്യമാകുന്ന സാമൂഹ്യ വ്യവസ്ഥ ഇതിലേറ്റവും മുന്നിൽ നിൽക്കുന്നു. സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും കുട്ടികൾക്കും പിന്നാക്കം നിൽക്കുന്നവർക്കും സമൂഹത്തിൽ അംഗീകാരവും സ്വാതന്ത്ര്യവും തീരുമാന പ്രക്രിയയിൽ പങ്കാളിത്തവും നൽകുന്ന പങ്കാളിത്ത ഭരണക്രമം നടപ്പിലാക്കുവാൻ BSSനെ പോലുള്ള ദേശീയ വികസന ഏജൻസികളുടെ അകമഴിഞ്ഞ സഹായം ശാന്തിഗ്രാമിന് സഹായമായി വർത്തിച്ചു വരുന്നു. ജനങ്ങളുടെ ശക്തിയും കർമ്മശേഷിയും വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ശാന്തിഗ്രാം ഊന്നൽ കൊടുക്കുന്നത്. ഇവിടെ എല്ലാ പരിപാടികളിലും ജനപങ്കാളിത്തവും സുതാര്യതയും